തൃശ്ശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. ഈ അപകട സ്ഥലത്ത് നിന്ന് സൂരജ് സജി ഇപ്പോൾ തത്സമയം ചേരുകയാണ്. സൂരജ്, ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഈ ഓട്ടോറിക്ഷയ്ക്കാണ് തീപിടിച്ചത്. CNG ഓട്ടോറിക്ഷയാണിത്. ഗ്യാസ് ലീക്ക് ചെയ്തുകൊണ്ടാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ വാഹനങ്ങൾക്ക് ഓടിക്കൊണ്ടിരിക്കും തീപിടിക്കുന്നത് ഇപ്പോൾ അത്യപൂർവമായ കാഴ്ചയല്ല കേരളത്തിൽ. പലയിടത്തു നിന്നും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മനുഷ്യർക്കൊന്നും അപായം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ സന്തോഷം. തീ പൂർണ്ണമായും ഫയർഫോഴ്സിന് അണയ്ക്കാൻ കഴിഞ്ഞു. സൂരജ് സജി വിവരങ്ങൾ നൽകും ഈ അപകട സ്ഥലത്ത് നിന്ന്. പറയൂ സൂരജ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ ഓട്ടോറിക്ഷയ്ക്ക് തീപിടിക്കുന്നത്. ഒരു അരമണിക്കൂർ മുമ്പായിരുന്നു എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളടക്കം വ്യക്തമാക്കുന്നത്. ഇത് ഈ തൃശ്ശൂർ നഗരത്തിലെ തന്നെ വിവിധ ഇടങ്ങളിൽ ഈ ചെറുകടികൾ വിതരണം ചെയ്യുന്ന ഒരു ജീവനക്കാരൻ്റെ ഓട്ടോറിക്ഷയാണ്. അങ്ങനെ ചെറുകടികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എത്തിയതാണ്. ഇതിനിടയിലാണ് ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നത് കണ്ടത്. പുക ഉയരുന്നത് കണ്ട ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ആൾ ഈ ഓട്ടോറിക്ഷയിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് ഇങ്ങോട്ടേക്ക് എത്തുന്നതിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ പുക ഉയരുകയും തീ ആളിക്കത്തുകയുമായിരുന്നു. അതാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ദൃശ്യത്തിൽ കാണുന്നതും അത് തന്നെയാണ്. വലിയ രീതിയിൽ തീ ആളിക്കത്തുകയും ചെയ്തു. പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്രത്യേകിച്ച് ഈ ശക്തൻ ബസ് സ്റ്റാൻഡിന് പരിസരം എന്ന് പറയുന്നത് വലിയ തിരക്കുള്ള മേഖലയാണ്. ആ സമയത്ത് വലിയ തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് സമയോചിതമായ ഇടപെടൽ, അവരെത്തി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി. നിലവിൽ ഓട്ടോറിക്ഷ ഈ ശക്തൻ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ആകാശപാതയ്ക്ക് സമീപത്താണുള്ളത്. നിലവിൽ ഈ ഓട്ടോറിക്ഷ അടക്കം ഇവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരികയുമാണ്. ഓക്കെ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.